നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റിയാസ് ബ്ലോഗറാണ്. നമസ്കാരം റിയാസ്. നമസ്കാരം. ഇന്നലെയാണ് പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, എന്തിന് വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് ലഭിച്ചു, പത്മഭൂഷൺ എന്തിന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എല്ലാവരുടെയും സംശയം. എന്തിനായിരിക്കും അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്? ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ട്. പത്മഭൂഷന് വല്ല വിലയുണ്ടോ? ഇതൊക്കെ കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമല്ലേ. പത്മഭൂഷണൊക്കെ ഏത് പട്ടിക്ക് വേണോ? എനിക്ക് കിട്ടിയാലും ഞാൻ വാങ്ങിക്കൂല എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശന്. അപ്പോ ഇതിന് പിന്നിലുള്ള വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ ഈ ഓടരുത് അമ്മാവ ആളറിയാന്ന് പറഞ്ഞ സിനിമക്കകത്ത് മുകേഷ് ഒരു ചായ ഗ്ലാസുമായിട്ട് ആ കുട്ടിയുടെ റൂമിലേക്ക് പോകുമ്പോൾ ശ്രീനിവാസ് ഓൾറെഡി മറ്റേ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ടാവും. അതേ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പിണറായി വിജയൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാട്ടുകാർ തെറി മൊത്തം കേട്ടിട്ട് വെള്ളാപ്പള്ളി നടേശന് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുമ്പോ നരേന്ദ്രമോദി ഒറ്റ അവാർഡ് പ്രഖ്യാപനത്തോടെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയി. അപ്പോൾ ഇനി വെള്ളാപ്പള്ളി ബി.ജെ.പിയിലേക്ക് എന്നുള്ള വാർത്തയാണോ അടുത്ത ബ്രേക്കിംഗ് ആയി വരാൻ പോകുന്നത്? ഈ പിണറായി വിജയൻ ആയാലും നരേന്ദ്രമോദി ആയാലും വെള്ളാപ്പള്ളി നടേശന് എന്തെങ്കിലും സമൂഹത്തിന് നല്ല കാര്യം ചെയ്തതിന്റെ ഒരു ആദരവ് നൽകുന്ന ഒരു പരിപാടി ഒന്നുള്ളത്. ഇതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതായത് ഈ BDSS വഴി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDSS പാർട്ടി വഴി BJP-യിലേക്ക് പോയിട്ടുള്ള ഇഴ വോട്ടുകൾ എങ്ങനെയും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ അത് അവിടുത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആത്യന്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാത്തിനും പിന്നിലും പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു അവാർഡാണെന്നാണ് ഇപ്പോ എല്ലാ ഭാഗത്തുനിന്നും പലരും വിമർശിക്കുന്നത്. ഈ എന്താന്ന് പറയാ, ഈ ആറാട്ടെണ്ണം പോലും അതിനെ പരിഹസിച്ചുകൊണ്ട് പക്ഷെ നല്ലത് അത് അലിൻ ജോസ് പേരേരക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ആറാട്ടെണ്ണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി ഇത്രയധികം വർഗീയത പറഞ്ഞിട്ടും വർഗീയതയുടെ നാവായി പ്രവർത്തിച്ചിട്ടും എങ്ങനെയാണ് ഈ സ്വീകാര്യത ലഭിക്കുക? അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്, ഇതൊരു മറ്റൊരു യൂണിവേഴ്സ് ആണോ? ഇദ്ദേഹത്തിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്ന ഒരു യൂണിവേഴ്സ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയല്ലേ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യത കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ BJP കാലങ്ങളായിട്ട് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലപ്പുറം വിരുദ്ധ പരാമർശങ്ങള്, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങള്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയങ്ങള്, അത് വേറെ BJP-ക്കാർ പറഞ്ഞ അതിന് സ്വീകാര്യത കിട്ടില്ല. അപ്പൊ അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആളുടെ പ്രസക്തി വരുന്നത്. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഇതിന്റെ ഗുണഭോക്താക്കളാക്കാനാണ്, അതിന്റെ ഗുണഭോക്താക്കൾ ആരാവണമെന്നുള്ള കാര്യത്തിലാണ് ഈ പറയുന്ന BJP-യും CPM-ഉം പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഇപ്പോ ഇത്രയധികം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാക്കില് സരസ്വതി വിളയാടുന്ന വ്യക്തിത്വത്തിനുടമയാണെന്നാണ്. അതും പിന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളാണെന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യന്മാരെ പറ്റിയല്ല പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാമനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് വരെ ആ മഹാഭാവി പറഞ്ഞു കളഞ്ഞു. അപ്പൊ ഇതിന് പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഇവർക്ക് പറയാൻ മടിയുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ കൂടെ പറയിപ്പിക്കുന്നു. അതിന് എൻഡോസ് ചെയ്തുകൊണ്ട് അതിന്റെ ഗുണഭോക്താവാനാണ് ഈ പറയുന്ന CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷേ റിയാസ്, ഒരു പ്രശ്നം ബാക്കി നിൽക്കുകയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നാൽ പോലും ഞാനത് വാങ്ങിക്കില്ല, എന്റെ പട്ടി വാങ്ങിക്കുമെന്നൊക്കെ. അപ്പൊ ഈ പത്മ അവാർഡ് അദ്ദേഹം സ്വീകരിക്കില്ലായിരിക്കും അല്ലേ? അത് അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഇന്നലെ ചോദിച്ചപ്പോ പറഞ്ഞ്, ഇപ്പൊ ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് കിട്ടുന്നത് വരെ നമുക്കത് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയുള്ളൂ. അല്പത്തരം അത് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്കാരെ പുച്ഛിക്കുക. നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. ഇത് ഒരു മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, അതിന്റെ മറ്റൊരു പ്രതീകം മാത്രമാണ് അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനകൾ. പിന്നെ വേറെ കോമഡി കൂടി ഉണ്ട്. അതായത് ഇപ്പോ ഇതിനൊക്കെ സ്വീകാര്യത കിട്ടുന്ന ഏതൊരു പോയിന്റിലാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ഡോക്ടർ അരുൺകുമാറിനെ പോലെ ചില വ്യാജ ഇടതുപക്ഷ പുരോഗമനവാദികളുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് ചോദിക്കുകയാണ്, വൈകുന്നേരത്തെ അതിചർച്ചയിൽ വന്ന് ചോദിക്കുകയാണ്, അതിലെന്താണ് പ്രശ്നം? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ് പ്രശ്നം? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ അത് അരുൺകുമാറിനെ പോലുള്ള വ്യാജ ഇടതുപക്ഷ പുരോഗമനവാദികൾ കാരണമാണ്.
അതെ. അപ്പോൾ ഈ പറയുന്നത് പോലെ വോട്ട് ബാങ്കിന് വേണ്ടി വോട്ട് രാഷ്ട്രീയമാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഈഴവ വോട്ട് സമാഹരണത്തിന് വെള്ളാപ്പള്ളിയെ കൊണ്ടാകുന്നുണ്ടോ ഇക്കാലത്ത്? അല്ല, ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ ഓരോ തെരഞ്ഞെടുപ്പിലും ആരെയൊക്കെ പിന്തുണച്ചിട്ടുണ്ടോ അവരെല്ലാം നിലം തൊടാതെ തോറ്റ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇതിങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് പലരും ഒരു അന്ധവിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചിട്ട് അദ്ദേഹം വി ഡി സതീശൻ തോൽപ്പിക്കാൻ വേണ്ടി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ തെരഞ്ഞെടുപ്പിലും വി ഡി സതീശന് ഭൂരിപക്ഷം വർദ്ധിക്കുക എന്നല്ലാതെയും കണ്ടിട്ട് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കോട്ടം സംഭവിച്ചായിട്ട് എന്റെ അറിവിലില്ല. അതെ, ഇപ്പോൾ വി ഡി സതീശനെ ഇത്തവണ എന്തായാലും പറവൂരിൽ തോൽപ്പിച്ചിരിക്കുമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ CPM. അതെ, അതിനു വേണ്ടിട്ട് അവര് ഏതറ്റം വരും പോകുന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ പുലർജനി എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് അതെ 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 അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ റിപ്പോർട്ട് ഈ പറയപ്പെടുന്ന റിപ്പോർട്ട് 1.5 വർഷം മുമ്പ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവർ ആ സമയത്തൊന്നും ഉപയോഗിക്കാതെ കൃത്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് പ്രയോഗിക്കുന്നു. അതായത് വി ഡി സതീശനെതിരെ എന്തൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഓരോരോ വിഷയങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവരുന്നു. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് അത് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ സുകുമാരൻ നായർ രംഗത്ത് ഇറങ്ങുന്നു. അതും അവിടെ ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഈ എല്ലാ കാലത്തും എതിർത്ത് നിൽക്കുന്ന ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് നിന്നുകൊണ്ട് വി ഡി സതീശൻ എടുക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും സമൂഹത്തിൽ വി ഡി സതീശന്റെ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ അവർക്ക് അതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ. ഇപ്പോൾ സുകുമാരൻ നായർ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ ചോദിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് പത്മ അവാർഡ് ലഭിക്കാത്തതിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകില്ലേ? നമ്മൾ ട്രോളുകളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കുമുണ്ട് പത്മ കഫേ എന്നൊക്കെ. അപ്പോൾ ഇനിയൊരു അവിടെ ഒരു അടിച്ചു പിരിയൽ ഉണ്ടാകുമോ? അല്ലെ, അദ്ദേഹം ഇത് കുറച്ചൊരു 6 മാസം മുമ്പ് ഒരു സൂചന കിട്ടാണെന്ന് തന്നെ അതേ ഒരു സൈഡിൽ നിന്ന് അദ്ദേഹം ചിലപ്പോൾ ഒരു പറയുമായിരിക്കും. അദ്ദേഹത്തെ അറിയില്ലല്ലോ ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ സംഭവം കിട്ടും എന്നുള്ളത്. ഇത് എന്താന്ന് പറയാ, വെള്ളാപ്പള്ളി നടേശൻ പോയി പറഞ്ഞത് മറ്റേ എന്താന്ന് പറയാ സർപ്രൈസ്ഡ് ആയി പോയി എന്നുള്ളതാണ്. ഇതിന് വേറെ കോമഡി ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വേറെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഒരു കോമഡി സ്കിറ്റിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്താണ് കണാരം പിന്മാറി നെഹ്റു പ്രധാനമന്ത്രി എന്നല്ല. അതേ ലൈനിലാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത്. എനിക്കും കിട്ടി, മമ്മൂട്ടിക്കും കിട്ടി, ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്ത് എന്നാ പറഞ്ഞത്. അതായത് ഞാനും മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഇതുപോലൊരു ഒരു അപമാനം വേറെ ഉണ്ടോ? അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയ സമയത്ത് അതിന്റെ അതായത് അതിനെ അറിയിക്കുന്ന എന്താന്ന് പറയാ ഒരു പിന്തുണ പോലും ഈ ആളുകളെ കയ്യിൽ നിന്ന് കിട്ടും തോന്നില്ല. കാരണം ഇത് ഓൾറെഡി ഒരു തമാശയായി മാറിക്കഴിഞ്ഞു. അതും ഇത് ഇത്തരത്തിലുള്ള സമീപകാലത്ത് ഓരോ ദിവസവും ഓരോ വർഗീയ വർത്തമാനങ്ങൾ വരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശന്. ഇപ്പൊ കഴിഞ്ഞ തവണ അദ്ദേഹം പറയുണ്ടായി, അതായത് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇവിടെ ക്രിസ്ത്യൻ മതസമൂഹത്തിലെ ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളത്. അത് പറഞ്ഞപ്പോ ഈ പറയുന്ന ഈ ഡോക്ടർ പറഞ്ഞ പോലെ വ്യാജ പുരോഗമനവാദികൾ പറഞ്ഞത് അതിലെന്താണ് പ്രശ്നം? അവിടെയും ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അയാൾ എന്ത് വർഗീയ വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിലെന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി ക്യാപ്സൂൾ അടിക്കാണ് ഈ പറയുന്ന അരുൺകുമാറിന്റെ സ്ഥിരം പരിപാടി. അതെ. അപ്പോൾ എന്ത് തന്നെയായാലും വെള്ളാപ്പള്ളിക്ക് എന്തിന് പത്മ അവാർഡ് കിട്ടിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സൈഡിൽ മമ്മൂട്ടിക്ക് കിട്ടിയ അവാർഡും അതുപോലെ തന്നെ VS അച്യുതാനന്ദന് കിട്ടിയ അവാർഡും മാത്രം നമ്മൾ പുറത്തു പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ ട്രോൾ മെറ്റീരിയൽ ആക്കുന്നവരുമുണ്ട്. എന്തായാലും ആ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുക തന്നെയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.